ഹലോ മച്ചം വരെ നമ്മുടെ ഫിഷ് ടാങ്കിൽ ഏരിയയും ഫിഷ് ടാങ്കിൽ ഫിൽറ്റർ ടാങ്ക് ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഈ ഒരു ഏരിയയിലായിട്ട് ഫിഷ് ടാങ്ക് വെക്കേണ്ടത്. ഫിഷ് ടാങ്കിൽ നല്ലപോലെ പെയിൻറ്റ് മണം അടിക്കണ്ടായിരുന്നു. അത് മാറ്റാൻ വേണ്ടി നമ്മൾ ചാണകവെള്ളം എടുത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം കാട്ടി പാടമില്ലേ, പാടത്തെ മണ്ണാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 20 ബക്കറ്റോളം മണ്ണ് വേണ്ടി വന്നു ഇതൊന്ന് സെറ്റാക്കി എടുക്കാൻ. നമ്മുടെ ടാങ്ക് വെക്കാനുള്ള ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. പാടത്തെ മണ്ണെടുത്തിട്ട് ഞാൻ ഇവിടെ കൊണ്ടിട്ടുണ്ട്. രാത്രി കാരണം പിന്നെ അതിൽ കൂടെ പോകാൻ പറ്റില്ല, കാരണം പാമ്പേൻ്റെ വെച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് പറ്റുന്നത്ര മണ്ണെടുത്ത് ഞാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഈ ഒരു കോലത്ത് എത്തിയിട്ടുണ്ട്. മണ്ണൊക്കെ ചൊപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ ടാങ്ക് വെക്കുന്ന ഏരിയ മണ്ണ് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ടാങ്കിലേക്കുള്ള ഫിൽറ്റർ സിസ്റ്റം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഫിൽറ്റർ സിസ്റ്റം ഉണ്ടാക്കാൻ എനിക്ക് ചിലവൊന്നും ഉണ്ടായില്ല. മൊത്തം വീട്ടിലത്തെ സാധനങ്ങളാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബക്കറ്റിൻ്റെ താഴെയായിട്ട് ഒരു പൈപ്പ് പിടിപ്പിച്ചിട്ടുണ്ട്. മുകളിൽ ഔട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ലെങ്ത് ആവശ്യം ഉണ്ടായിരുന്നില്ല, ബാക്കി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടാങ്കിലേക്ക് വെള്ളം വീഴുമ്പോൾ ഷവർ പോലെ വീഴാനായി ഞാൻ ടീ പൈപ്പ് ഉപയോഗിച്ചിട്ട് ഒരു സംഭവം ചെയ്യുന്നുണ്ട്. ടീ പൈപ്പിൻ്റെ രണ്ടറ്റത്തും 25 mm പൈപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. പൈപ്പിൻ്റെ ഇരുവശങ്ങളും ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 5 ഹോൾ വീതം പപ്പട കമ്പി ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ഫിൽറ്റർ ടാങ്കിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ലീക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ലീക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഫിൽറ്റർ ടാങ്കിലേക്കുള്ള ടീ പൈപ്പ് റെഡി ആയിട്ടുണ്ട്. ഫിൽറ്റർ ടാങ്കിൻ്റെ അടിവശത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ബേസ്മെൻറ്റ് ആവശ്യം ഉണ്ടായിരുന്നു. ഈ ബേസ്മെൻറ്റ് ഫിൽറ്റർ ടാങ്കിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. നമ്മുടെ പ്ലാസ്റ്റിക് കൊട്ട വെക്കുമ്പോൾ പൈപ്പ് ഒരു തടസ്സമായിരുന്നു. അപ്പോൾ അത് മുറിച്ച് കളയാനുള്ള പ്ലാനാണ്. നമ്മുടെ ഫിൽറ്റർ ബോക്സ് വെക്കാനുള്ള ഐറ്റംസ് ആണ് കേട്ടോ അത് കാണുന്നത്. വലിയ മെറ്റൽ യൂസ് ചെയ്യുന്നുണ്ട്, ചെറിയ മെറ്റൽ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ പഞ്ഞി യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ വീട്ടിൽ സാധാ മണഞ്ഞ് യൂസ് ചെയ്യുന്നുണ്ട്. മണ്ണ് വീട്ടിൻ്റെ സൈഡിന് എടുത്ത് കാരണം നന്നേ കഴുകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ആദ്യ സ്റ്റെപ്പായിരുന്നു ഇത്. പഞ്ഞി എടുത്ത് നമ്മുടെ ബേസ്മെൻറ്റിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അത് നന്നായി ടൈറ്റിൽ അടയ്ക്കണം. ശേഷം ബേസ്മെൻറ്റിലേക്ക് നമുക്കൊരു ഓസ് കണക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിലേക്കൊരു ഹോൾ ഇടണം. അതിനുശേഷം നമ്മുടെ ബേബി മെറ്റൽ എടുത്ത് ഇടാനാണ് ചെയ്യേണ്ടത്. ബേബി മെറ്റൽ ഇട്ട ശേഷം നമുക്ക് അടുത്തൊരു നെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ മണ്ണ് ഇറങ്ങി പോകാതിരിക്കാനാണ്. ശേഷം കഴുകി വെച്ച മണ്ണെടുത്ത് നമ്മൾ ടാങ്കിലേക്ക് ഇടുകയാണ്. ടാങ്കിലേക്ക് അടുത്തതായി യൂസ് ചെയ്യുന്നത് നൂൽച്ചാക്കാണ്. നമുക്ക് വേണമെങ്കിൽ കൊതുകുവല പോലത്തെ നെറ്റും യൂസ് ചെയ്യാം. അതിനുശേഷം ചാക്കിന് മേലെയും നെറ്റ് കവർ യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് വലിയ ജെല്ലിയാണ്. അങ്ങനെ നമ്മുടെ ഫിൽറ്റർ ടാങ്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വേണ്ടതൊരു മോട്ടറാണ്. മോട്ടറിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഫിൽറ്റർ ടാങ്ക് എടുത്ത് മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. വെള്ളം അതിലേക്ക് വീഴുമ്പോൾ ഹൈറ്റ് ആവശ്യമാണ്. ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിയും നന്നായിട്ടുള്ള ഔട്ട്പുട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി മോട്ടർ സെറ്റ് ചെയ്യാണ്ട് ഇനി കുറച്ച് ഗാർഡൻ പരിപാടികളൊക്കെ ഉണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം.